ഗുഡ് മോർണിംഗ്. എണീറ്റ് പല്ലൊക്കെ തേച്ച് വന്ന് നിൽക്കണം കേട്ടോ. ഞങ്ങളെ അനിയൻ വരണില്ല പറഞ്ഞിട്ടേ സസ്പെൻസ് അന്നേരമൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ മൂഡ് ഓഫ് ആയിരിക്കുന്നു. ഓണത്തിന് വരണില്ല പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. വാടാ. അങ്ങനെ ഗൈസ് 4 മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ അനിയൻ വരുന്നത്. അവൻ വരണില്ല ലീവൊന്നും കിട്ടിയിട്ടില്ല പറഞ്ഞ് സസ്പെൻസ് ആയിട്ട് ഇന്നലെ ട്രെയിൻ കയറിയിട്ടോ. അവൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്, ബാഡ്മിൻ്റൺ കോച്ചാണ്. അപ്പോൾ അവൻ വന്നതിൻ്റെ സന്തോഷമാണ് ഞങ്ങൾക്ക്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ രാവിലെ പോയിട്ട് അവിടുന്ന് ചേച്ചി അടക്കം ഞങ്ങളെ പറ്റിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പൂക്കളിടാൻ തയ്യാറെടുക്കുകയാണ് കേട്ടോ. അതിൽ നമ്മൾ പണ്ടത്തെ എൻ്റെ ഈ കൊല്ലത്തെ ആദ്യത്തെ ഓണം പൂ പൊട്ടിക്കലും പൂക്കളൊക്കെ ഇടലൊക്കെയാണ്. അപ്പം ആദ്യം പൊടുന്നിയുടെ ഇലയൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ. ഇത് ഞങ്ങളിവിടെ പൊടുന്നി എന്ന് പറയുക, നിങ്ങളവിടെ എന്താ പറയുകയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൽ പൂക്കളൊക്കെ നമ്മൾ നാട്ടുപൂക്കളൊക്കെ ശേഖരിച്ചിട്ട് ഇങ്ങനെ കുമ്പിൾ കുത്തിയിട്ടൊക്കെ നമ്മൾ പൂക്കളം ശേഖരിച്ച് കൊണ്ടുവരാറില്ലേ, അങ്ങനെ ഇതൊക്കെ പൊട്ടിച്ച് എല്ലാം സെറ്റാക്കി വെക്കുകയാണ് ഗൈസ്. നമ്മളിതാ ഇങ്ങനെ കുമ്പിൾ കുത്തുക ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് പൂവ് ഇങ്ങനെ ആക്കും. ഒന്ന് കുമ്പിൾ കുത്തി സ്റ്റൈല് നോക്കുകയാണ് ചക്കൻ. നമുക്ക് അവിടെ കുറച്ച് അരിപ്പൂവുണ്ട്, അത് പൊട്ടിക്കാൻ പോവല്ലേ. കമോൺ ഗൈസ്. വെറുതെ കൊടുത്ത് ഞാനിങ്ങനെ കറിക്ക് നന്നാക്കി കഴിഞ്ഞിട്ടുന്നതാണ്. പൂവിട്ടു. വെള്ളരിയാണ്. വാഴയുടെ ശല്യമുണ്ട്. നല്ല പൊന്തയാണ്, കാട് പിടിച്ച് കിടക്കുകയാണ്. അവിടെയാണ് നമ്മളെ പൂക്കൾ. അങ്ങോട്ടാണ് ഇപ്പോൾ ലക്ഷ്യം. അങ്ങനെ ഗൈസ് നമ്മളതാ ഏകദേശം പൂവ് പൊട്ടിക്കാതെ സ്ഥലം എത്തിയിട്ടോ. അപ്പോൾ ദാ അവിടെയാണ് നിൽക്കുന്ന അരിപ്പൂവ്. നിങ്ങളവിടെ ഓരോ നാട്ടിലും ഓരോ പേരാ പറയുന്നത്. ഞങ്ങൾ അരിപ്പൂവ് എന്ന് പറയുക അവിടെ കേട്ടോ. നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്താ ഏകദേശം പൂവൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി. എന്തായാലും രാവിലെ എണീറ്റപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിലൊക്കെ വന്നു. അപ്പോൾ ദാ ചെറിയൊരു വെയിലൊക്കെ വരുന്നുണ്ട്. ഇനി മഴ പെയ്യുമെന്ന് അറിയില്ല ഗൈസ്. നമ്മുടെ അരിപ്പൂ മാത്രമല്ല, ഇതാ സൂര്യകാന്തി കാക്കപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ മുക്കുറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് നമ്മുടെ ചെണ്ടുമല്ലിയൊക്കെ പൂവിട്ടു കേട്ടോ. വീട്ടിലേക്ക് ഇവിടെ നിന്നിട്ട് സുന്ദരിയായി നിൽക്കുന്നുണ്ട്. ചെണ്ടുമല്ലിയൊക്കെ പൂവിട്ട് നിൽക്കുന്ന ഒരു സന്തോഷം. പൂവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആദ്യക്കുട്ടി ഇതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുഴിച്ചിട്ട് കാശിത്തുമ്പൊക്കെ പൂവിട്ടുണ്ട് കേട്ടോ. നട്ട കാശിത്തുമ്പ പല കളറിലുള്ള കാശിത്തുമ്പയാണ്. വെള്ളമുണ്ട്, കണ്ടില്ലേ, പലതരം കാശിത്തുമ്പുണ്ട്. അപ്പോഴേക്ക് ചാണകമൊക്കെ മെഴുകി കൊടുത്തു. അപ്പോൾ ആദ്യക്കുട്ടി അരിക്കുട്ടി പറഞ്ഞ അമ്മ ഞങ്ങൾ പൂവിട്ടോണ്ട് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടിയിട്ട് അവർ പൂവിടുകയാണ് കേട്ടോ.